ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മർദാനി 2 എന്ന മൂവിയാണ്. മർദാനി ഫസ്റ്റ് മൂവി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ മൂവി കാണാത്തവർക്കും ഈ ഒരു മൂവി കാണാവുന്നതാണ്. രണ്ട് മൂവിയിലും രണ്ട് വ്യത്യസ്തമായ സ്റ്റോറിയാണുള്ളത്. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു മേള നടക്കുന്ന സ്ഥലമാണ്. അവിടെ മുഖംമൂടി ധരിച്ചൊരു പയ്യനെ നമുക്ക് കാണാം. അവന്റെ പേര് സണ്ണി എന്നാണ്. 21 വയസ്സുള്ള ഇവനൊരു സൈക്കോ ആണ്. സ്മാർട്ട് ആയിട്ടുള്ള പെൺകുട്ടികളെ ഇവന് ഇഷ്ടമല്ല. അമിതമായിട്ട് സംസാരിക്കുകയും നല്ല ജോലിയിലിരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളോട് അവൻ ഒരു വല്ലാത്ത വെറുപ്പായിരുന്നു. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഒരു കാലിന് സുഖമില്ലാത്ത രീതിയിലായിരുന്നു അവൻ നടന്നുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് അവനാകട്ടെ ഒരു പെൺകുട്ടിയും അവളുടെ ബോയ്ഫ്രണ്ടും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കാണുന്നുണ്ട്. ആ പെൺകുട്ടി ആ ബോയ്ഫ്രണ്ടിനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടിട്ട് സണ്ണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ബോയ്ഫ്രണ്ട് അവളുമായിട്ട് വഴക്കിട്ട് നടന്നു പോയതും അവൻ അറിയാതെ ആ ബോയ്ഫ്രണ്ടിന്റെ ഫോൺ സണ്ണി കൈക്കലാക്കുന്നു. എന്നിട്ട് വേഷമൊക്കെ മാറി നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരാളെ പോലെ കാർ ഓടിച്ചു വരുന്നു. അതിനിടയ്ക്ക് മോഷ്ടിച്ച ആ ഫോണിൽ നിന്നും ആ പയ്യന്റെ കാമുകിയെ വിളിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് ലതിക എന്നായിരുന്നു. ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോണാണോ? ഈ ഫോണിന്റെ ഉടമ അവിടെ ആക്സിഡന്റ് പറ്റി കിടക്കുകയായിരുന്നു. അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അയാളുടെ ഫോൺ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാ. ആരെ ഏൽപ്പിക്കുന്നറിയാതെ ഈ ഫോണിലെ ലാസ്റ്റ് ഡയൽ നമ്പറിൽ ഞാൻ കോൾ ചെയ്തതാണെന്ന് അവൻ പറയുന്നു. ലതിക ഇതെല്ലാം കേട്ടതും പേടിക്കാൻ തുടങ്ങി. തന്റെ ബോയ് ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയെന്ന് കരുതിയിട്ട് അവൾ താനുള്ള ലൊക്കേഷൻ അവന് പറഞ്ഞു കൊടുക്കുന്നു. ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവൻ ആ ലൊക്കേഷനിലേക്ക് വന്നിട്ട് ലതികയെ കാണുന്നുണ്ട്. ഫോണും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലതികയ്ക്ക് ഉറപ്പായി തന്റെ ബോയ് ഫ്രണ്ടിന് എന്തോ പറ്റിയെന്ന്. പയ്യനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് സണ്ണി പറയുമ്പോൾ അവള് പറയുന്നുണ്ട് താൻ പോയിക്കൊള്ളാമെന്ന്. എന്നാൽ കുറച്ചു ദൂരം അവളൊന്ന് നോക്കിയപ്പോ അവിടെ എങ്ങും തന്നെ ഒരു വണ്ടിയും കാണുന്നില്ല. ആ സമയത്ത് ഓട്ടോയും കിട്ടില്ലായിരുന്നു. എന്നാ പിന്നെ നിങ്ങൾ തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ കാറിലേക്ക് കയറി. എന്നാൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയായിരുന്നില്ല ആ വണ്ടി പോകുന്നത്. അപകടമണത്തെ ലതികയാകട്ടെ പെട്ടെന്ന് അതിൽ നിന്ന് ചാടി ഇറങ്ങാൻ ശ്രമിക്കുന്നു. സണ്ണി ആ സമയം ക്ലോറോഫോം എടുത്ത് അവളുടെ മൂക്കിലേക്ക് വെക്കുകയും അവളുടെ ബോധം കെടുത്തുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം പോലീസുകാർ കണ്ടെടുക്കുന്നതായിരുന്നു. നമ്മുടെ നായികയായ ശിവാനി UPSC എക്സാം ഒക്കെ എഴുതി ഇപ്പോൾ SP ആയി മാറിയിരിക്കുന്നു. ക്രൈം നടന്ന സ്ഥലത്തേക്ക് ശിവാനി എത്തുമ്പോൾ കാണുന്നത് DSP ആയിട്ടുള്ള ഷിക്കാവത്ത് മീഡിയയോട് സംസാരിക്കുന്നതായിരുന്നു. ഈ ഷിക്കാവത്തിന് ശിവാനി അത്ര ഇഷ്ടമല്ല. പുരുഷന്മാരെക്കാൾ കൂടുതൽ വലിയ പദവിയിൽ സ്ത്രീകൾ ഇരിക്കുന്നതിൽ അയാൾക്ക് കുറച്ച് ഈഗോ ഉണ്ടായിരുന്നു. ശിവാനിയെ സല്യൂട്ട് ചെയ്യുന്നതിലും അയാൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാൾ ബോഡി കണ്ട ഉടനെ തന്നെ പറയുന്നത് ഇത് മിക്കവാറും ഇവളുടെ ബോയ്ഫ്രണ്ടിന്റെ പണിയായിരിക്കും. ഇങ്ങനത്തെ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കിനിടയിൽ ചിലപ്പോൾ കലി തീർക്കാൻ ചെയ്തതായിരിക്കും അവളുടെ ബോയ്ഫ്രണ്ട്. അയാളൊരു പെൺകുട്ടിയെ കുറിച്ച് മുൻവിധിയോട് സംസാരിക്കുന്നത് ശിവാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബോഡി നല്ലപോലെ വാച്ച് ചെയ്ത ശേഷം അവള് പറയുന്നുണ്ട് ബെൽറ്റ് പോലെ എന്തോ ഒരു സാധനം കൊണ്ട് ഈ കുട്ടിയുടെ ബോഡി മുഴുവൻ അടിച്ചിരിക്കുകയാണെന്ന്. ആ ബെൽറ്റ് ഉപയോഗിച്ച് തന്നെയായിരിക്കാം കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുന്നതും. കൂടാതെ അവളെ ക്രൂരമായിട്ട് കൊലയാളി റേപ്പ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ശിവാനിയോട് പറയുന്നുണ്ട് പെൺകുട്ടിയെ ബോധം കെടുത്തിയിട്ടുണ്ട്. അവളുടെ ശരീരം മുഴുവൻ ബെൽറ്റ് വെച്ച് അടിച്ചിരിക്കുകയാണ്. ആ ബെൽറ്റിന്റെ മുള്ളുപോലെ എന്തോ ഒരു സാധനമുണ്ട്. അത് കാരണം മാംസം പലയിടത്തു നിന്നും പോയിട്ടുണ്ട്. ഇത് ക്രൂരമായിട്ടാണ് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിരിക്കുന്നത്. അവളുടെ പ്രൈവറ്റ് പാർട്സ് എല്ലാം തന്നെ കടിച്ചു പറിച്ചിട്ടുണ്ട്. ആ റേപ്പിസ്റ്റ് റേപ്പ് ചെയ്യുന്നിടയ്ക്ക് അവളുടെ കവിള് പോലും കടിച്ചു പറിച്ചു. മാംസമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത്രയും ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് ഡോക്ടർ പറയുന്നു. ആ ബോഡിയുടെ പ്രൈവറ്റ് പാർട്സ് ഒന്നും തന്നെ അവർക്ക് നോക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയധികം മോശം അവസ്ഥയിലായിരുന്നു അത്. മെൻസാമ്പിൽ നിന്ന് ഇത് ഒരേ ഒരു കില്ലറിന്റെ തന്നെ പണിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അവളുടെ വീട്ടുകാരോടും ഫ്രണ്ട്സിനോടും ഒക്കെ ശിവാനി ചോദിച്ചറിയുന്നു. കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ മെഡിക്കൽ ഷോപ്പിൽ വന്ന് അവൾ കുറെ നേരം സഹായിക്കും. അതിനുശേഷം ഫ്രണ്ട്സിനെ കാണാൻ ചിലപ്പോൾ പുറത്തേക്കൊക്കെ പോകും. അങ്ങനെ ആരുമായിട്ടും ഒരു പ്രശ്നത്തിനും പോകാത്ത പെൺകുട്ടിയായിരുന്നു ലതിക. അന്നും വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം ഫ്രണ്ടിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ. പിന്നെ അവൾ തിരിച്ചു വന്നിട്ടില്ല. സീൻ അവിടെ നിന്നും കട്ടായിട്ട് നമ്മളെ കാണിക്കുന്നത് ഗോവിന്ദ് മിശ്ര എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനെയാണ്. ഇയാളെ എല്ലാവരും പണ്ഡിറ്റ് ജി എന്നാണ് വിളിക്കുന്നത്. അയാളുടെ അടുത്തേക്ക് നമ്മുടെ കില്ലറായി സണ്ണി വരുന്നുണ്ട്. പണ്ഡിറ്റ് ജി മറ്റൊരു പൊളിറ്റീഷ്യന് വേണ്ടിയിട്ട് ഒരു ജേർണലിസ്റ്റിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു സണ്ണിയെ വിളിച്ചത്. വിപ്ലവ് ബെനിവാൾ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനെ കുറേയായിട്ട് കമൽ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ പല പ്രവർത്തികളും ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ ഈ ജേർണലിസ്റ്റ് ശ്രമിക്കുന്ന കാരണം വിപ്ലവാണ് പണ്ഡിറ്റ് ജിയോട് പറഞ്ഞത് കമലിനെ കൊല്ലാൻ ഒരു വാടക കൊലയാളിയെ വേണമെന്ന്. അങ്ങനെയാണ് നമ്മുടെ സണ്ണി ഇവിടേക്ക് വരുന്നത്. അവൻ ഉപയോഗിക്കാൻ ഒരു ഫോണും കൊല്ലണ്ട ആളുടെ ചിത്രവും അവന്റെ കയ്യിൽ അവർ കൊടുക്കുന്നു. ആ സമയം അവിടെ TVയിലാകട്ടെ ശിവാനിയുടെ പത്രസമ്മേളനം കാണിക്കുന്നുണ്ട്. ഈ കൊല ചെയ്ത ആളെ ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്നും അവന്റെ കോളറിനെ പിടിച്ച് നാട്ടുകാരുടെ മുന്നിലൂടെ നടത്തുമെന്നും ഒക്കെ അവൾ വെല്ലുവിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ സണ്ണിയുടെ ഈഗോ ഹേർട്ടായി. ഒരു സ്ത്രീയായ അവള് ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞും പാത്തും അവൻ അവളുടെ വീട്ടിലേക്ക് കയറുന്നു. ശിവാനി ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിൽ കുറച്ച് ജോലിക്കാരുണ്ടായിരുന്നു. സാധനങ്ങളും മറ്റും അവർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനിടയ്ക്കേക്ക് അവനും കയറി അവളുടെ ബെഡ്റൂമിലേക്ക് ചെന്ന് കബോർഡിൽ നിന്നും ഒരു സാരി എടുക്കുകയും അവളുടെ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് അവിടുത്തെ കണ്ണാടിയിൽ ഒരു ചിത്രം വരച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തിയ ശിവാനി ഇതെല്ലാം കണ്ടതോടുകൂടി അവൾക്ക് മനസ്സിലായി ആ കില്ലർ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തതെന്ന്. കില്ലർ തന്നെ ചലഞ്ച് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി ശിവാനിയാകട്ടെ രണ്ടും കൽപ്പിച്ച് എത്രയും പെട്ടെന്ന് അവനെ പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. വന്ന ജോലി ചെയ്യാതെ ശിവാനിയുടെ പിറകെ എന്തിനാ കറങ്ങി നടക്കുന്നതെന്ന് സണ്ണിയോട് പണ്ഡിറ്റ് ജി ചോദിക്കുമ്പോൾ സണ്ണി പറയുന്നുണ്ട് കമലിനെ കൊല്ലുന്ന കാര്യം ഞാൻ ചെയ്തു കൊള്ളാം. തൽക്കാലം നിങ്ങൾ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്തു തരാൻ. പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ള ചായക്കടയിൽ അവൻ SP ആയ
അയ ശിവാനിയെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതൊക്കെ പണ്ഡിറ്റ്ജി നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ആ ചായക്കടയിൽ ജോലി ചെയ്യുന്ന പ്രവീണിന് കുറച്ച് കാശ് കൊടുത്തിട്ട് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമോ എന്ന് സണ്ണി അവനോട് ചോദിക്കുന്നു. നല്ല എമൗണ്ട് കിട്ടിയതും താൻ എന്ത് ചെയ്യാമെന്ന് പ്രവീണും പറഞ്ഞു. എന്നിട്ട് അവൻ സ്ത്രീവേഷം കെട്ടി കമലിന്റെ വീടിന്റെ അടുത്തുകൂടെ നടക്കുന്നു. അയാളുടെ വീടിന്റെ അടുത്തെത്തിയതും തല കറങ്ങുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. ഇത് കണ്ട് സ്ത്രീയാണെന്ന് കരുതിയിട്ട് കമൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ ചെന്നതും തനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ച് സണ്ണി സൂത്രത്തില് കമലിന്റെ വീട്ടിലേക്ക് കടക്കുന്നു. വീട്ടിലേക്ക് കടന്നതും സണ്ണി അയാളെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അയാളുടെ വൈഫായ ആബയുടെ അടുത്തേക്ക് സണ്ണി പറഞ്ഞ പ്രകാരം പ്രവീൺ പോയിട്ടുണ്ടായിരുന്നു. ആബയെ കോൾ ചെയ്തിട്ട് സണ്ണി അവളോട് പറയുന്നുണ്ട്, എന്റെ ആളുടെ കൂടെ ഒന്നും മിണ്ടാതെ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പോകുന്നതാ നല്ലത്. അപ്പൊ പ്രവീണിന്റെ കൂടെ സ്കൂട്ടിയിൽ കയറി പോകുന്നു. കുറച്ചു ദൂരം നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെ അടുത്തേക്കായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. സണ്ണി പറഞ്ഞ പ്രകാരം ഇവർ രണ്ടുപേരും കാറിലേക്ക് കയറി. ആ ടൈമിൽ സണ്ണിയാകട്ടെ കമലിനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്ന പോലെ നീ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന്. അങ്ങനെ കമലിനെ ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ട് ചില കാര്യങ്ങൾ സണ്ണി പറയിക്കുകയാണ്. തന്റെ വൈഫ് ആബയ്ക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്ന് താൻ അറിഞ്ഞു. അതുകൊണ്ട് എന്റെ വൈഫിനെയും കാമുകനെയും കൊന്ന ശേഷം ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നതായിരുന്നു ആ വീഡിയോയിൽ അയാൾ പറഞ്ഞത്. ഇതെല്ലാം സണ്ണിയുടെ പ്ലാൻ ആയിരുന്നു. സണ്ണി പറഞ്ഞ പ്രകാരം പ്രവീൺ ആബയും കൊണ്ട് ആ കാറിലേക്ക് കയറി. പക്ഷെ പ്രവീണിന് അറിയില്ലായിരുന്നു ആ കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബോംബ് പൊട്ടുമെന്ന്. സണ്ണി പറഞ്ഞ പ്രകാരം പ്രവീൺ കാർ സ്റ്റാർട്ട് ചെയ്തതും ആ ബോംബ് പൊട്ടി അവർ രണ്ടുപേരും മരിക്കുന്നു. അങ്ങനെ കമലിനെ ഇവിടെ സണ്ണി കഴുത്തു ഞെരിച്ച് കൊന്നിട്ട് ആത്മഹത്യയാക്കാൻ വേണ്ടിയിട്ട് അവന്റെ ശവശരീരം കെട്ടിത്തൂക്കുകയും ചെയ്തു. പണ്ഡിറ്റ്ജി നേരത്തെ തന്നെ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കൊലപാതകമാണെന്ന് ആർക്കും തോന്നാൻ പാടില്ലെന്ന്. അതുകൊണ്ടാണ് സണ്ണി ഈ പ്ലാൻ എല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്തത്. മറ്റുള്ളവരുടെ കണ്ണില് ഭാര്യയുടെ അവിഹിതം കണ്ടുപിടിച്ചത് കാരണം ഭാര്യയും കാമുകനെയും കൊന്നിട്ട് കമൽ ആത്മഹത്യ ചെയ്തു. ഇത് അങ്ങനെ തോന്നുമായിരുന്നുള്ളൂ. കാറ് പൊട്ടിത്തെറിച്ച സ്ഥലത്തേക്ക് പോലീസ് വരികയും ഡെഡ് ബോഡി കണ്ടെടുക്കുകയും ചെയ്യുന്നു. കമലിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അയാളും ആത്മഹത്യ ചെയ്ത നിലയില്. എന്നാൽ ഇതൊരു ആത്മഹത്യ അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ശിവാനിക്ക് മനസ്സിലായി. കാരണം അവളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ അതേ സാരിയായിരുന്നു കമലിനെ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് സണ്ണി ഉപയോഗിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ ശിവാനിയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്തതെന്ന് ശിവാനിക്ക് മനസ്സിലായി. പ്രവീണിന്റെ മരണശേഷമാകട്ടെ അവൻ ജോലി ചെയ്തിരുന്ന അതേ സ്ഥാനത്തേക്ക് സണ്ണി ജോലിക്ക് കയറുന്നു. ബജ്രംഗ് എന്ന് ഒരു കള്ള പേരിലായിരുന്നു അവൻ അവിടെ ജോലിക്ക് കയറിയത്. പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ സ്ഥിരമായിട്ട് ചായ കൊണ്ടുകൊടുക്കാൻ പോകുന്നു. ശിവാനിയുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുന്നു. സംസാരശേഷി ഇല്ലാത്ത ആളെ പോലെയായിരുന്നു അവൻ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ശിവാനിയും അവനോട് സ്നേഹത്തോടെ പെരുമാറി. എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള അവന്റെ ഒരു അടവായിരുന്നു അത്. കാറ് പൊട്ടിത്തെറിച്ച സ്ഥലത്ത് പോയി ഇവർ അന്വേഷിക്കുന്നുണ്ട് കാർ അവിടെ കൊണ്ടിട്ട ആളെ ആരെങ്കിലും കണ്ടിരുന്നുവെന്ന്. അവിടെ അടുത്തുണ്ടായിരുന്ന വീട്ടിലൊരു കൊച്ചുകുട്ടിയാകട്ടെ ഒരു ഇൻഹേലർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഒരാൾ ഇവിടെ കാറ് കൊണ്ടിരുന്നത് താൻ കണ്ടിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഈ ഇൻഹേലർ താഴെ വീണുവെന്ന്. ലാഹന്യ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ സഹായത്തോടു കൂടി കില്ലറിന്റെ രേഖാചിത്രം വരയ്ക്കാനായിരുന്നു ശിവാനിയുടെ പ്ലാൻ. കാരണം ആ കാർ അവിടെ കൊണ്ടിട്ടത് കില്ലറാണെന്ന് എന്തായാലും ഊഹിക്കാൻ പറ്റും. സ്റ്റേഷനിലിരുന്ന് അവളാകട്ടെ മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട് ലാഹന്യെ കൊണ്ട് ആ കില്ലറിന്റെ സ്കെച്ച് വരപ്പിക്കണമെന്ന്. ആ സമയം അവിടെ ചായയായിട്ട് വന്ന സണ്ണി ഇതെല്ലാം കിട്ടിയിട്ട് ആകെ ടെൻഷനിലായി. ആ കുട്ടിക്കും അവിടെ ഉള്ളവർക്കും ചായ എന്തായാലും കൊണ്ടു കൊടുക്കേണ്ടി വരും. അവൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച പാലിലേക്ക് എന്തോ ഒരു മരുന്ന് കലക്കുന്നു. സ്കെച്ച് ആർട്ടിസ്റ്റ് വരുന്നതിന് മുമ്പ് കുട്ടി ആ പാല് കുടിച്ചു. കുറച്ചു കഴിയുമ്പോഴേക്കും തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഒരു പോലീസുകാരൻ കുട്ടിയും കൊണ്ട് ടോയ്ലറ്റിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ ഉള്ളിലേക്ക് കുട്ടി കയറിയതും അതിനുള്ളിൽ നേരത്തെ തന്നെ ഒളിച്ചിരുന്ന സണ്ണിയാകട്ടെ ആ കുട്ടിയെ കൊന്ന ശേഷം ബാക്കിലുള്ള ചെറിയ ജനല് വഴി കുട്ടിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടി താഴേക്കിടുന്നു. എന്തോ പന്തികേട് മനസ്സിലാക്കിയ പോലീസുകാരൻ കതക് തല്ലി തുറക്കുമ്പോഴേക്കും സണ്ണി പുറത്തു ചാടി ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. അവരവിടെയെല്ലാം വന്ന് നോക്കിയെങ്കിലും കുട്ടിയെയോ സണ്ണിയോ ഒന്നും തന്നെ അവിടെയെങ്ങും കണ്ടില്ല. ചാക്കിൽ കെട്ടിയിട്ടിരുന്ന മൃതദേഹവും അയാൾ ശ്രദ്ധിച്ചില്ല. കാരണം അവിടെ ഒരുപാട് ചാക്കുകൾ കിടപ്പുണ്ടായിരുന്നു. മറ്റു പോലീസുകാരെ കൂട്ടാൻ അയാൾ പോയ നേരത്തിന് സണ്ണി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് സ്റ്റേഷന്റെ വളപ്പിൽ നിന്ന് ആ കുട്ടിയെ കൊണ്ടുപോയത് കാരണം ശിവാനി ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു. എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. രാത്രിയായി കഴിഞ്ഞപ്പോൾ ആരും കാണാതെ പോലീസ് സ്റ്റേഷനിലെ ബാക്കിലെത്തി അവിടെ നിന്നും ആ പയ്യന്റെ ബോഡി എടുത്തുകൊണ്ട് പോയി റെയിൽവേ ട്രാക്കിലേക്ക് സണ്ണി കൊണ്ടിടുന്നു. അതിനുശേഷം അവൻ ഷിക്കാവത്തിനെ വിളിക്കുന്നു. ഷിക്കാവത്തും ശിവാനിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവൻ അറിയാം. ഷിക്കാവത്തിനോട് അവൻ പറയുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് സാക്ഷിയായിട്ട് വന്ന ആ പയ്യൻ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഒരു സ്ത്രീ കേസ് അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഉത്തരവാദിത്തോടു കൂടി ഒരു പുരുഷൻ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. ഓൾറെഡി ശിവാനിയോട് ദേഷ്യമുള്ള ഷിക്കാവത്താകട്ടെ ആ ഒരു അവസരം ഉപയോഗിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ മീഡിയയും മറ്റുള്ളവരെയും ഈ വിവരം അറിയിച്ചു. ശിവാനിക്ക് പ്രഷർ കൂടി വരികയായിരുന്നു. ശിവാനിയുടെ അനാസ്ഥ കൊണ്ടാണ് ഈ കുട്ടി മരിച്ചത് എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. അതിനിടയ്ക്ക് സണ്ണിയാകട്ടെ ഒരിടത്തിരുന്ന് കുറെ പെൺകുട്ടികളുടെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അതിലൊരു പെൺകുട്ടി വന്ന് അവനെ ചോദ്യം ചെയ്യുകയും അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി അത് ഡിലീറ്റ് ചെയ്തിട്ട് അവനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയോടും അടങ്ങാത്ത ദേഷ്യം സണ്ണിക്ക് തോന്നാൻ തുടങ്ങി. ഇവിടെ ശിവാനിയുടെ അനാസ്ഥ മൂലമാണ് ആ കുട്ടി മരിച്ചതെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. ഇനി 2 ദിവസം കൂടി മാത്രമേ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ. പുതിയ ഓഫീസർ വന്ന് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് ശിവാനിയുടെ മനസ്സിലുണ്ടായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ആ കൊലയാളിയെ കണ്ടുപിടിക്കണം. അവളും അവളുടെ ഗ്രൂപ്പിലെ അംഗങ്ങളും ദീപാവലി എടുത്തിട്ട് പോലും ലീവൊന്നും എടുക്കാതെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. കൊലയാളിയുടെ കയ്യിൽ നിന്നും വീണ ഇൻഹേലർ വെച്ചിട്ട് കൊലയാളിക്ക് ആസ്മയുണ്ടെന്ന് ഇവർക്കറിയാം. സണ്ണിക്ക് ആസ്മയുണ്ടായിരുന്നു. അത് കാരണം അവന് കൂടുതൽ ദൂരമൊന്നും ഓടാനൊന്നും പറ്റില്ല. ഈ ഇൻഹേലർ ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയതെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം. അവർ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി.
തുടങ്ങി. അടുത്തതായിട്ട് കമലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരാണ് കോൺട്രാക്ട് കൊടുത്തതെന്ന് കണ്ടുപിടിക്കണം. കമലിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഈ കോൺട്രാക്ട് കൊടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആരെങ്കിലുമായിട്ട് പരിചയം വേണം. അതിവിടെ ആകെയുള്ളത് ഷിക്കാവത്തിനാണ്. അയാൾ 15 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ്. എന്നാൽ ഷിക്കാവത്തുമായിട്ട് ശിവാനിക്ക് ഇഷ്യൂസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ഇഷ്യൂസ് സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ഷിക്കാവത്ത് ശിവാനിയെ സഹായിക്കൂ. ശിവാനി രണ്ടും കൽപ്പിച്ച് ഷിക്കാവത്തിനോട് പോയി സംസാരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ചിലപ്പോൾ എന്റെ അനാസ്ഥ കൊണ്ട് തന്നെയായിരിക്കാം ഈ കേസ് ഇങ്ങനെയായി പോയത്. കമലിന്റെ കേസും ബാക്കി കേസുകളും ഒക്കെ നിങ്ങളും ബാക്കിയുള്ളവരും ചേർന്ന് അന്വേഷിച്ചു. പക്ഷെ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂന്ന്. ശിവാനി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ തൽക്കാലത്തേക്ക് അവളെ സഹായിക്കാമെന്ന് ഷിക്കാവത്ത് പറയുന്നു. അങ്ങനെ അയാളുടെ കോണ്ടാക്ട്സ് ഒക്കെ വെച്ചിട്ട് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട് വിപ്ലവ് എന്നൊരു പൊളിറ്റീഷ്യന് വേണ്ടിയിട്ട് പണ്ഡിറ്റ് ജി എന്ന് പറയുന്ന ഒരാളാണ് ഒരു വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയതെന്ന്. വിപ്ലവിന്റെ അനുയായിയെ ഇവർ കൈയോടെ പിടിച്ച് ചോദ്യം ചെയ്യുന്നതോടുകൂടി ആ കൊലയാളി സണ്ണിയാണെന്ന് ഇവർക്ക് മനസ്സിലായി. സണ്ണി താമസിച്ചിരുന്ന സ്ഥലം കണ്ടെത്തി അവരവിടെ എത്തിയപ്പോഴേക്കും സണ്ണി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥലത്ത് അവൻ ഒരു പെൺകുട്ടിയെ കൂടി ടോർച്ചർ ചെയ്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ അവനെ അടിച്ചൊരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ആരും അറിയാതെ അവൻ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെയും ക്രൂരമായി റേപ്പ് ചെയ്ത് ടോർച്ചർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവളെ കൊല്ലുന്നതിന് മുൻപ് ഇവിടേക്ക് ശിവാനി വരുന്നുണ്ടെന്ന ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുകയായിരുന്നു. പണ്ഡിറ്റ്ജി അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ നീ രക്ഷപ്പെട്ടു എന്ന് കരുതി ഇനി കൂടുതൽ നിന്ന് കറങ്ങാൻ നിൽക്കണ്ട, തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ. അതിനിടയ്ക്ക് ഇൻഹേലറിനെ പറ്റി അന്വേഷിക്കാൻ പോയ പോലീസ് ഓഫീസർ ആകട്ടെ ശിവാനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സണ്ണിയ ഇൻഹേലർ വാങ്ങിച്ചിരിക്കുന്നത് അവൻ ആദ്യം കൊല ചെയ്ത ലതികയുടെ അച്ഛന്റെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെയാണെന്ന്. അവിടുത്തെ CCTV ഫുട്ടേജ് അവർ പരിശോധിക്കുകയായിരുന്നു. ആ ഭാഗത്തേക്ക് ശിവാനിയും പുറപ്പെടുന്നു. ശിവാനി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു വയസ്സം കാണുന്നുണ്ട്. അയാളാകട്ടെ നമ്മുടെ സണ്ണിയുടെ സുഹൃത്തായിരുന്നു. ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല ആൾക്കാരെയും അവൻ സുഹൃത്തുക്കളാക്കി വെച്ചിട്ടുണ്ട്. ശിവാനി അയാൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവളുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് അയാൾ സണ്ണിയെ അറിയിക്കുന്നു. ശിവാനി തന്നിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയ സണ്ണിയാകട്ടെ അവളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. സ്വന്തം തല ഭിത്തിയിലിടിച്ച് മുറിവുണ്ടാക്കിയിട്ട് ശിവാനി വരുന്ന റോഡിലേക്ക് അവൻ പതിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്നൊരാളെ മുന്നിൽ കണ്ടതും അവള് വണ്ടി നിർത്തി. ശിവാനിയെ സംബന്ധിച്ച് അത് ബജ്രംഗാണ്, സ്റ്റേഷനിൽ ചായ കൊണ്ടുവരുന്ന പയ്യൻ. അവനെ ഈ അവസ്ഥയിൽ കണ്ടതും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവള് പതിയെ അവനെ എടുത്ത് തന്റെ കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് കടത്തുന്നു. അവൻ പാതി ബോധത്തിലായിരുന്നു. എന്നാൽ അവന്റെ ലക്ഷ്യം മുന്നിലിരിക്കുന്ന ശിവാനിയുടെ കഴുത്തിലൂടെ തന്റെ ബെൽറ്റ് ഇട്ട് മുറുക്കി അവളെ കൊല്ലുക എന്നതായിരുന്നു. എന്നാൽ അവൻ ബെൽറ്റ് എടുത്ത് അവളുടെ കഴുത്തിലേക്ക് ഇട്ടതും അവൾ കറക്റ്റ് സമയത്ത് കയറി പിടിക്കുന്നു. നീ ബജ്രംഗല്ല സണ്ണിയാണെന്ന് തനിക്ക് മനസ്സിലായി എന്നായിരുന്നു അവള് പറയുന്നത്. കാരണം ഇവനെ വണ്ടിയിലേക്ക് എടുത്ത് കിടത്തിയപ്പോ തന്നെ അവന്റെ ബെൽറ്റ് ശിവാനി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മുൻപ് നടന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവൻ താൻ വിചാരിക്കുന്ന പോലെ അത്ര പാവമല്ലെന്ന്. ഇങ്ങനൊരു ബെൽറ്റ് ഇതുപോലൊരു പാവം പയ്യൻ ധരിക്കേണ്ട കാര്യമില്ല. അവൾ കാറെടുത്തേക്ക് നിർത്തി അവനെ പുറത്തേക്ക് വലിച്ചിട്ട് അടിക്കുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ തന്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു ആയുധം എടുത്ത് അവളുടെ കാലിലേക്ക് കുത്തിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അവൾ പിറകെ ഓടിയെങ്കിലും അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പക്ഷെ അവൻ അവളെ പിടിക്കാൻ സാധിച്ചില്ല. അവനെ അതുവഴി വന്ന ഏതൊരു വള്ളക്കാരൻ രക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടുകൂടി മീഡിയയും മറ്റു പോലീസുകാരും എല്ലാം തന്നെ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ശിവാനി മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതെന്ന്. ആ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവനെ പിടിച്ചിരുന്നേനെ എന്നായിരുന്നു എല്ലാവരുടെയും സംസാരം. പിന്നീട് ചില CCTV ഫുട്ടേജ് അവർക്ക് പലയിടങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. ബസ്സിൽ വെച്ചിട്ട് അവനൊരു പെൺകുട്ടിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അവർക്ക് കിട്ടിയത് കാരണം അതിലവന്റെ മുഖം ക്ലിയർ ആയതുകൊണ്ട് അത് അവരെല്ലാ മീഡിയയ്ക്കും കൊടുക്കുന്നു. സണ്ണിയാകട്ടെ തന്റെ മുടിയൊക്കെ മൊട്ടയടിച്ച് വേഷം മാറി നടക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇവന്റെ വീഡിയോ പുറത്തു വന്നത് കാരണം ഇവന് ദേഷ്യം വരുന്നു. അവനെ എത്രയും പെട്ടെന്ന് പിടിക്കുന്നുള്ള ശിവാനിയുടെ വെല്ലുവിളിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവനാകട്ടെ പണ്ഡിറ്റ്ജിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, തനിക്ക് വേറെന്തെങ്കിലും ജോലിയുണ്ടോ, ഇനി ആരെങ്കിലും കൊല്ലാനുണ്ടോ എന്ന്. എന്നാൽ പണ്ഡിറ്റ്ജി പറയുന്നുണ്ട്, ഇനി ആരെങ്കിലും കൊല്ലണമെങ്കിൽ പോലും നിന്നെ ഒരിക്കലും വിളിക്കില്ല എന്ന്. പെൺകുട്ടികളെയും മറ്റും റേപ്പ് ചെയ്യുന്ന ഒരുത്തനുമായിട്ട് ഒരു ഡീലിനും എനിക്ക് താല്പര്യമില്ല. പണ്ഡിറ്റ്ജി അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ നിൽക്കുകയായിരുന്നു. അത് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പണ്ഡിറ്റ്ജി ആർക്കു വേണ്ടിയിട്ടാണോ ഇവനെ കൊണ്ടുവന്നത്, ആ വിപ്ലവില്ലേ, അയാൾക്കാകട്ടെ സണ്ണിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നാൽ പണ്ഡിറ്റ്ജി വിപ്ലവിനോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അവനെ ഇനി നമ്മുടെ കൂട്ടത്തിൽ നിർത്തണ്ട എന്ന്. പണ്ഡിറ്റ്ജി തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് സണ്ണി വീണ്ടും തന്റെ പഴയ പ്ലാൻ എടുക്കുന്നു. പണ്ഡിറ്റ്ജിയുടെ ഗ്രാൻഡ് ഡോട്ടറെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അവൻ പഴയ പോലെ ആ പെൺകുട്ടിയുടെ സഹോദരന് ആക്സിഡന്റ് ആയി അയാളുടെ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പണ്ഡിറ്റ്ജിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ആ SP ആയ ശിവാനി എന്നോട് പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടറിനെ കൊന്നുകളയുമെന്ന്. ആകെ പേടിച്ചുപോയി പണ്ഡിറ്റ്ജി ആകട്ടെ ശിവാനിയോട് വന്ന് സംസാരിക്കുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, ആ കൊലയാളിയെ പേടിച്ചിട്ട് എനിക്ക് മാപ്പ് പറയാനൊന്നും പറ്റില്ലാന്ന്. നിങ്ങളുടെ മകളെ ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ട് അവളെ എവിടെ അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. 2 മണിക്കൂർ സമയമുള്ളൂ, അതിനുള്ളിൽ ആ പെൺകുട്ടിയെ കണ്ടെത്തണം. അങ്ങനെ അവർ നഗരത്തിലെ CCTV മുഴുവൻ പരിശോധിക്കുന്നു. ആ പെൺകുട്ടിയുമായിട്ട് അവൻ എവിടേക്കാ പോയതെന്ന് കണ്ടെത്തി അടച്ചിട്ടിരിക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് അവർ ചെല്ലുന്നുണ്ട്. ഫാക്ടറിക്ക് മുന്നിലിരുന്ന സെക്യൂരിറ്റിയും കൊല്ലപ്പെട്ട നിലയിലായിരുന്നു. അതോടെ അതിനുള്ളിൽ തന്നെയാണ് ആ പെൺകുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇനി വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ എവിടെയാണ് ആ പെൺകുട്ടി ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ബോക്സുകളും കാറുകളും എല്ലാം അവർ പരിശോധിക്കുകയായിരുന്നു. സണ്ണി എങ്ങനെ ചിന്തിക്കുമെന്ന് ശിവാനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് അവൻ ചിന്തിക്കുന്ന പോലെ അവൾ ചിന്തിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ടും ആ പെൺകുട്ടിയെ നമ്മൾ കാണാതെ പോകും. ആ
രീതിയിലായിരിക്കും അവളെ അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവർ ഇത്രയും നേരം ഒരു ട്രക്കിനകത്ത് ബോക്സിനുള്ളിലാണ് തെരഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ ട്രക്കിനെ ഒരു തടി കൊണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിൽ മിക്കവാറും ആ പെൺകുട്ടി ഉണ്ടാവുമെന്ന് അവൾക്ക് സംശയം തോന്നുന്നു. അവളുടെ ആ സംശയം തെളിയിച്ചുകൊണ്ട് തന്നെ ആ വിടവിലൂടെ അവൾ കാണുകയും ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടി അതിനകത്തുള്ളത്. ബോംബ് പൊട്ടുന്നതിന് കുറച്ചു മുൻപ് തന്നെ ഇവർ കറക്റ്റായിട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുകയും ബോംബ് ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. എന്താണെങ്കിലും ഈ സംഭവത്തോടു കൂടി പണ്ഡിറ്റ് നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം മുതലെടുത്ത് സണ്ണിയാകട്ടെ വിപ്ലവനെ നേരിട്ട് വിളിക്കുന്നു. ഇനിയിപ്പം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പണ്ഡിറ്റ്ജി ഒന്നും വരില്ല, ഞാൻ തന്നെ എന്തിനും ഏതിനും വരൂ, അതുകൊണ്ട് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. വിപ്ലവനാകട്ടെ സണ്ണിയെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലാത്ത കാരണം വിപ്ലവ് അവനോട് പറയുന്നുണ്ട് വിപ്ലവനെതിരായിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന സുനന്ദ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനെ കൊല്ലണമെന്ന്. അതിനിടയ്ക്ക് അമിത് ശർമ്മ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ആകട്ടെ ശിവാനിക്കെതിരെ ന്യൂസിൽ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ആ കുറ്റവാളി രക്ഷപ്പെട്ടു പോയതെന്നൊക്കെ. ആ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവളെ കുറെ തവണയായിട്ട് അമിത് വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശിവാനി പലപ്പോഴും റിജക്ട് ചെയ്തിരുന്നു. ഇപ്രാവശ്യം അയാൾ അതിര് കടന്ന് സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ഷോയിൽ നിന്ന് പങ്കെടുക്കാൻ ശിവാനി തീരുമാനിക്കുന്നു. അത് ലൈവായിട്ട് സണ്ണി ഉൾപ്പെടെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നു പോലീസായിട്ടുണ്ടായിരുന്നതെങ്കിൽ കില്ലറിനെ പിടിക്കുമായിരുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഓരോ തവണയും ഉന്നത പദവിയിലേക്ക് ഒരു സ്ത്രീ വരുമ്പം നിങ്ങൾക്ക് ഇത്രയും ഇൻസെക്യൂരിറ്റി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന്. നിങ്ങളെപ്പോലുള്ള ആൾക്കാര് രാമായണത്തിലെ തെറ്റ് രാവണന്റെ ഭാഗത്തല്ല സീതയുടെ ഭാഗത്താണെന്ന് പറയുന്നവരാണ്. നിങ്ങളെ സീതയുമായിട്ട് എന്തിനാ കമ്പയർ ചെയ്തെന്ന് അയാൾ ചോദിക്കുമ്പോൾ ശിവാനി പറയുന്നുണ്ട് ഈ നാട്ടിലുള്ള ഓരോ സ്ത്രീകളും സീതയെ പോലെയാണെന്ന്. കാരണം ഓരോ പെൺകുട്ടിയും ഓരോ ദിവസവും സീതാദേവിയെ പോലെ അഗ്നി പരീക്ഷണത്തിന് വിധേയരാകാറുണ്ട്. അമിത് പറയുന്നുണ്ട് പഴയ അവസ്ഥകളൊക്കെ മാറിയിട്ട് ഇപ്പൊ പതിയെ പതിയെ സ്ത്രീകൾക്കും പുരുഷർക്കും ഇക്വാലിറ്റി വന്നു തുടങ്ങിയില്ലേ എന്ന്. എന്നാൽ ശിവാനി പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഇക്വാലിറ്റി ഒന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. കുറച്ച് എഡ്യൂക്കേഷൻ കിട്ടിയെന്ന് കരുതിയിട്ട് പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ പുരുഷന്മാർക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഇല്ല. പെൺകുട്ടി പുറത്തേക്കിറങ്ങുമ്പോൾ അവൾ 100 കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അവളുടെ സാരി ശരിയാണോ, ചുരിദാറിന്റെ ഷൂള് കറക്റ്റ് ആയിട്ടാണോ ഇട്ടേക്കുന്നത്, ബ്രായുടെ സ്ട്രാപ്പ് കാണുന്നുണ്ടോ, ലിപ്സ്റ്റിക് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും പറയുമോ, വസ്ത്രധാരണ ശരിയല്ലെങ്കിൽ സൊസൈറ്റി തന്നെ ചോദ്യം ചെയ്യുമോ, തെറ്റായ കണ്ടുകൊണ്ട് തന്നെ നോക്കുമോ, അങ്ങനെ 100 കാര്യങ്ങൾ മനസ്സിൽ വരും. ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും വീട്ടിൽ ചെന്നിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കേണ്ടി വരും. അതേസമയം ജോലി കഴിഞ്ഞ് വരുന്ന പുരുഷന് അവിടെ റെസ്റ്റ് എടുക്കാം. പുരുഷൻ ഒരുപാട് നേരം ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ പറയും അവൻ കഠിനാധ്വാനിയാണെന്ന്. എന്നാൽ ഒരു സ്ത്രീ വർക്ക് ചെയ്തിട്ട് ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും താമസിക്കാൻ വേണ്ടി മാത്രം നീ എന്ത് ജോലിയാ ചെയ്തെന്നാണ് അവളോട് ചോദിക്കുന്നത്. ഒരു സ്ത്രീ പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് പബ്ലിക് പ്രോപ്പർട്ടിയായി മാറും. ആർക്ക് വേണമെങ്കിലും അവളെ ഏത് രീതിയിലും നോക്കാം, എങ്ങനെ വേണമെങ്കിലും ശല്യം ചെയ്യാം. ബസ്സിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്. സ്പെഷ്യലായിട്ട് അവർക്ക് സീറ്റ് കൊടുക്കുന്നതിന്റെ പേരിൽ പല പുരുഷന്മാർക്കും പ്രശ്നമുണ്ട്. ഇക്വാലിറ്റിയും വേണം, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സീറ്റും വേണമെന്ന് അവർ പലരും സ്ത്രീകളോട് ചോദിക്കാറുണ്ട്. ഇക്വാലിറ്റിയെ കുറിച്ച് പുരുഷന്മാർ സംസാരിക്കേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു സ്ത്രീ ഓരോ മാസവും അവളുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുത്തുന്ന രക്തം അതുപോലെ പുരുഷന്മാരിൽ നിന്നും നഷ്ടപ്പെടണം. ആ വേദനയും പുരുഷന്മാർ അറിയണം. ആ സമയത്ത് മാത്രമേ ഇക്വാലിറ്റിയെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ പാടുള്ളൂ. ഇവള് പറയുന്ന വാക്കുകളെല്ലാം കേട്ടിട്ട് അത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇവളെ എതിർത്തുകൊണ്ടിരുന്ന ഷിക്കാവത്തിന് പോലും താൻ ഇത്രയും കാലം അവളോട് പെരുമാറിക്കൊണ്ടിരുന്ന രീതി തെറ്റായിരുന്നു മനസ്സിലായി. അയാൾക്കൊരു മകളുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് ശേഷം ഇതെല്ലാം കണ്ടിട്ട് സണ്ണിയാകട്ടെ അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രസംഗമൊക്കെ നന്നായിരുന്നു. നിങ്ങളെ പോലെ ഇതുപോലെ പ്രസംഗിക്കുകയും ഇത്രയും തന്റേടിയുമായിട്ടുള്ള സ്ത്രീയാണ് ഞാൻ അടുത്തതായിട്ട് കൊല്ലാൻ പോകുന്നത്. അത്ര സ്മാർട്ടാണെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്നെ തടയാൻ. വീണ്ടും സണ്ണി അവളെ വെല്ലുവിളിക്കുകയായിരുന്നു. അവന്റെ അടുത്ത ഇര ആരായിരിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു ശിവാനി. സമയം അവളുടെ ഷോ എല്ലാം കണ്ടിട്ട് ഷിക്കാവത്താകട്ടെ അവളെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ച് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ശിവാനിയെ പോലൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ അത് മിക്കവാറും അടുത്തിടെ ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കുന്ന സുനന്ദ തന്നെയായിരിക്കുമെന്ന് ഷിക്കാവത്ത് പറയുന്നു. കാരണം അയാൾക്ക് കിട്ടിയിട്ടുള്ള പല ഇൻഫർമേഷനും വെച്ചിട്ട് ആ സ്ത്രീക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. പെട്ടെന്ന് തന്നെ ശിവാനി സുനന്ദയുടെ പിയെ വിളിക്കുന്നു. സുനന്ദ ആ സമയം ഒരു അമ്പലത്തിന്റെ ഭാഗത്തായിരുന്നു. അവിടെ തന്നെ നമ്മുടെ സണ്ണി എത്തിയിട്ടുണ്ട്. സുനന്ദ സേഫ് ആണെന്ന് ചോദിക്കുമ്പോഴേക്കും ആ പിയെ ആകട്ടെ അവരെ അന്വേഷിച്ച് നടക്കുകയാണ്. അവർ ടോയ്ലറ്റിലേക്ക് പോയതായിരുന്നു. എന്നാൽ ടോയ്ലറ്റിൽ നിന്നും സുനന്ദയെ സണ്ണി തട്ടിക്കൊണ്ടുപോയി. സണ്ണി ഒരു ചാക്കുമായിട്ട് വണ്ടിയിൽ കയറി പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കാണുന്നു. പോലീസുകാർ വന്നപ്പോഴേക്കും അയാൾ വണ്ടി നമ്പർ കൊടുക്കുന്നു. അവർ ആ വണ്ടി ട്രേസ് ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ വണ്ടി ട്രേസ് ചെയ്ത് പിടിച്ചപ്പോൾ അതിൽ മറ്റൊരാളായിരുന്നു ഉണ്ടായിരുന്നത്. സണ്ണി അയാളുടെ കയ്യിൽ കുറച്ച് കാശും കൊടുത്തിട്ട് ഈ വണ്ടിയും കൊണ്ട് പോകാൻ പറഞ്ഞു. അയാൾ ഒന്നും അറിയാതെ വണ്ടിയും കൊണ്ടുപോയി. അതേ നമ്പറിൽ തന്നെയുള്ള മറ്റൊരു വണ്ടി വേറൊരു ദിശയിലേക്ക് പോയിട്ടുണ്ടെന്ന് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. എന്നാൽ ശിവാനി ചിന്തിക്കുന്നുണ്ട് ഇത് മിക്കവാറും നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നതായിരിക്കും. അവൻ ഈ ലാസ്റ്റ് നിമിഷം ഒരുപാട് ദൂരം ഓടാൻ സാധ്യതയില്ല. ഓൾറെഡി ആസ്മയുള്ളവനാണ്. അവൻ അധിക ദൂരമൊന്നും അങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല. മിക്കവാറും അവൻ ആ അമ്പലത്തിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാകും. അവർ ആ ഭാഗം എല്ലാം തന്നെ നല്ലപോലെ പരിശോധിക്കുന്നു. അന്ന് ദീപാവലിയായിരുന്നു. എല്ലാവരും ആഘോഷങ്ങളുടെ തിരക്കിലാണ്. ആ ഭാഗത്തുള്ള ഒരു വീട്ടിലെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയ ശേഷം സണ്ണിയാകട്ടെ സുനന്ദയും കൊണ്ട് ആ വീടിന്റെ മുകളിലത്തെ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ വീട്ടുകാരന്റെ മകളെയും അവൻ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് വീട്ടിലുള്ളവരെ അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സുനന്ദയെ രക്ഷിക്കാൻ ആരും വരില്ല എന്നും ഇവിടെ കിടന്ന് നീ മരിക്കുമെന്നൊക്കെ പറഞ്ഞ് സണ്ണി അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വീടുകളുടെ മുന്നിലൂടെ ശിവാനി പോകുന്നത്. എല്ലാ വീട്ടിലും പുറത്ത് ദീപങ്ങളും രംഗോലിയൊക്കെ ഉണ്ട്. ഒരു വീട്ടിൽ മാത്രം ദീപങ്ങളൊന്നുമില്ല. സംശയം തോന്നിയ ശിവാനി ആ വീടിന്റെ ഡോറിന് നോക്ക് ചെയ്യുന്നു. എന്താ നിങ്ങൾ ദീപങ്ങളൊന്നും വെക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വെക്കാൻ തുടങ്ങുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ
നോക്കുമ്പോൾ താനും വൈഫും മകനുമേ ഉള്ളൂ എന്ന് പറയുന്നു. അവരുടെ മകനെ അവൾ കാണുന്നുണ്ട്, പക്ഷെ മകളെ കാണുന്നില്ല. ഇവർ വല്ലാതെ പേടിച്ചാണ് നിൽക്കുന്നത്. ശിവാനിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നി. എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു, ഞാൻ ലാൻഡ് ലൈനിൽ നിന്ന് ഒരു കോൾ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ലാൻഡ് ലൈൻ കേടാണ്, ഇവരുടെ ആരുടെയും കയ്യിൽ ഫോണുമില്ല. അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ശിവാനിക്ക് ഉറപ്പായി ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. അവൾ അകത്തേക്ക് കടന്ന് പരിശോധിക്കാൻ തുടങ്ങിയതും അവർ കാര്യങ്ങൾ പറയുന്നു. സണ്ണി തങ്ങളുടെ മകളെയും വേറൊരു സ്ത്രീയെ മുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പോലീസിനെ വിളിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ തന്റെ മകളെ കൊല്ലും. ഓൾറെഡി ഇവരുടെ എല്ലാം ഫോൺ അവൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മകളെ ഞാൻ രക്ഷിക്കും, എന്റെ ഫോൺ ഒന്ന് ചാർജ് ആക്കിയ ശേഷം ലാസ്റ്റ് ഡയൽ നമ്പറിലേക്ക് വിളിക്കാനാണ് അവൾ ആവശ്യപ്പെടുന്നത്. അത് അവളുടെ കൂട്ടത്തിലെ മറ്റൊരു പോലീസുകാരുടെ നമ്പറായിരുന്നു. ഫോൺ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി. എന്നാൽ അവൾ സണ്ണിയോട് വാതിൽ തുറക്കാൻ പറയുമ്പോഴേക്കും സണ്ണി അവളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ ആദ്യത്തടിയിൽ അവളുടെ ബോധം പോയി. ബോധം തിരിച്ചു വരുമ്പോൾ അവളുടെ കൈ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവളുടെ മുന്നിൽ വെച്ച് തന്നെ സണ്ണി സുനന്ദയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നുണ്ട് നിന്റെ കഥയൊക്കെ ഞാൻ അറിഞ്ഞു എന്ന്. നിന്റെ അച്ഛൻ തന്നെയാണ് നിന്റെ അമ്മയെ കൊന്നത്. നിന്റെ അമ്മയുടെ മരണമാണ് നിന്നെ ഇങ്ങനെയെല്ലാം ആക്കി തീർത്തത്. അവള് തന്റെ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങിയതോടുകൂടി സണ്ണിക്ക് ദേഷ്യം വരുന്നു. അവനെ കൂടുതൽ ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവൾ വീണ്ടും പലതും പറയാൻ തുടങ്ങി. നിന്റെ അച്ഛനോട് എതിർത്ത് സംസാരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു നിന്റെ അമ്മ. നിന്റെ അച്ഛനും നിന്നെ പോലെയായിരുന്നു. അയാൾ സ്ഥിരമായിട്ട് അവരെ ഉപദ്രവിക്കും. പല സ്ഥലങ്ങളിലും അവർ ഒളിച്ചിരിക്കും. ഒരു ദിവസം വലിയ വഴക്കുണ്ടായ സമയത്ത് അവർ ടെറസിൽ പോയി ഒളിച്ചിരുന്നു. തന്നെ കാട്ടിക്കൊടുക്കരുതെന്ന് നിന്നോട് അവർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ നീയാകട്ടെ അച്ഛന്റെ സൈഡിൽ നിന്ന് അമ്മ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. അയാൾ നിന്റെ അമ്മയെ കണ്ടെത്തി കൊല്ലുകയും ചെയ്തു. പക്ഷെ അമ്മയുടെ മരണശേഷം നിനക്ക് ചെറിയ കുറ്റബോധമൊക്കെ തോന്നാൻ തുടങ്ങി. അത് നിന്നെ ഇങ്ങനൊരു സൈക്കോ ആക്കി മാറ്റുകയും ചെയ്തു. അതുപോലെ എതിർത്ത് സംസാരിക്കുന്ന സ്ത്രീകളെയൊക്കെ തന്നെ നീ കൊന്നെടുക്കാൻ തുടങ്ങി. അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ശിവാനിയാകട്ടെ സുനന്ദയും മറ്റേ പെൺകുട്ടിയും കണ്ണ് കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന പെയിന്റ് എടുത്തവന്റെ മുഖത്തേക്ക് ഒഴിക്കാൻ. ആസ്മയുള്ളവന് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കി അവരാകട്ടെ ആ പെയിന്റ് എടുത്ത് അവന്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. പെയിന്റിൽ മുങ്ങിയതോടുകൂടി അവന് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ തക്കത്തിന് ശിവാനി അവർ രക്ഷിക്കുകയും ചെയ്തു. അവൻ പെൺകുട്ടികളെ അടിച്ചു കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന അതേ ബെൽറ്റ് എടുത്തിട്ട് ശിവാനി അവനെ പൊതിരെ തല്ലുന്നു. അതിനുശേഷം സുനന്ദയ്ക്കും ആ പെൺകുട്ടിക്കും ബെൽറ്റ് കൈമാറി. അവരെല്ലാവരും മാറി മാറി അവനെ അടിക്കുന്നുണ്ട്. അങ്ങനെ താൻ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആ കുറ്റവാളിയെ അവൾ പിടിച്ചിരിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.